എന്താടോ ഇത്? മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ കാര്യമായിട്ടെടുത്താ അതിനെ നമുക്ക് നേരം കാണും. മുത്തശ്ശിക്ക് എന്നോട് വെറുപ്പ് തന്നെയാ കാർത്തേട്ടാ. ഞാൻ ആദ്യം കരുതി അതൊക്കെ മാറുമെന്ന്. പക്ഷെ അതൊന്നും ഒരിക്കലും മാറില്ല. മാറും. മാറാതെ എവിടെ പോവാനാ മീനാക്ഷി? നോക്ക്, എൻ്റെ മീനാക്ഷിയോട് ആർക്കാ വൈരാഗ്യം സൂക്ഷിക്കാൻ കഴിയുക? മുത്തശ്ശൻ പറഞ്ഞതാ അതിൻ്റെ ശരി. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ മുത്തശ്ശി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കും. എന്നുവെച്ച് അതൊന്നും സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞേക്ക്. ഇപ്പം നമുക്ക് സന്തോഷിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് മാത്രമായിട്ട് കിട്ടിയില്ലേ? കുറേ കഷ്ടകാലങ്ങളെല്ലാം പോയി കിട്ടിയില്ലേ? ഒരു കഷ്ടകാലങ്ങളും തീർന്നിട്ടില്ല കാർത്തേട്ടാ. എന്റെ മനസ്സിന് പേടിയാ. കഴിഞ്ഞു പോയതിനേക്കാൾ വലിയ വലിയ ആപത്തുകൾ വരാൻ പോകുന്നുള്ള പേടി. ഇനി ഒന്നും വരാൻ പോകുന്നില്ല. ഈ പ്രായത്തിൽ തന്നെ എൻ്റെ മീനാക്ഷി എന്തെല്ലാം അനുഭവിച്ചു. അതിൽ കൂടുതലൊന്നും ഇനി വരാൻ പോകുന്നില്ല. എനിക്കാകെ നിരാശ തോന്നുക കാർത്തേട്ടാ. ഞാൻ പലരുടെയും കണ്ണിലെ കരട് തന്നെയാ. ഒക്കെ ഓരോരോ തോന്നലുകളാ. ഈ ലോകത്ത് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും നീ എന്റെയാ, എൻ്റെ മാത്രം സ്വന്തമായ മീനാക്ഷി. നിനക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മൂടോട്ട് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് അടച്ച് പൂട്ടിയിരുന്നിട്ട് അതാ മനസ്സിലേക്ക് ഇങ്ങനെ ഇരുട്ടും നെഗറ്റീവും ഒക്കെ കയറി വരുന്നത്. നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ നിന്റെ ഈ സങ്കടങ്ങളെല്ലാം മാറും. എഴുന്നേക്കാം. മീനാക്ഷി, ഉറക്കം വരുന്നുണ്ടോ? ഇല്ല, സ്നേഹം തോന്നുന്നുണ്ട്. വെരി ഗുഡ്. അതെ, കൊടുക്കാൻ മാത്രമല്ല കിട്ടാനും കൂടിയുള്ളതാ സ്നേഹം. എൻ്റെ മീനാക്ഷി എന്നോട് എപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒരു ടെൻഷനും ഇല്ല. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് വിശ്വാസമായില്ല എന്ന് തോന്നുന്നു. വിശ്വാസമാണ് സ്വാമി. ഇതൊക്കെ കേട്ടിട്ട് ഞാനാകെ ഭയന്നിരിക്കുക. ഇതിന് മറ്റു പരിഹാരങ്ങളൊന്നുമില്ലേ സ്വാമികളെ? നമുക്ക് അർബുദം പോലെയുള്ള മഹാവ്യാധികൾ വന്നാൽ എന്താ ചെയ്യുക? ആ ഭാഗം മുറിച്ചു മാറ്റും, അല്ലെങ്കിൽ കരിച്ചു കളയും. അതുപോലെ മുറിച്ചു മാറ്റണം. പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? അപശകുനമായ മരുമകളെ പുറത്താക്കി തറവാട്ടിൽ ശുദ്ധികലശം ചെയ്യണം. ശുദ്ധികലശമെന്നൊക്കെ പറഞ്ഞ് വലിയ ചടങ്ങുകളൊന്നും വേണ്ട. ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് പുണ്യാഹം വാങ്ങി തളിച്ചാൽ മതിയാകും. എന്നിട്ട് കൊച്ചുമകനെ ആചാരപ്രകാരം മറ്റൊരു വിവാഹം കഴിച്ചു കൊടുക്കണം. നിലവിലുള്ള മരുമകളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ തറവാട്ടിൽ സർവനാശമായിരിക്കും ഫലം. ഇതിനപ്പുറം ഒരു പരിഹാരവും നിർദ്ദേശിക്കാൻ എനിക്കാവില്ല. വേണ്ട, ഞാനിതിനൊന്നും പ്രതിഫലം വാങ്ങാറില്ല. കാർത്തേട്ടാ, കാർത്തേട്ടാ. കാർത്തേട്ടാ,
നിൽക്കൂ. അയ്യോ കാർത്തിട്ട, അയ്യോ കാർത്തിട്ട. കാർത്തിട്ട, ചേട്ടാ ഒന്ന് വരണേ. കാർത്തിട്ട, കാർത്തിട്ട. അയ്യോ ബോധമില്ലല്ലോ. അയ്യോ ആ വണ്ടി മനഃപൂർവ്വം ഇടിപ്പിച്ചതാ. കാർത്തിട്ട, അയ്യോ കാർത്തിട്ട, കാർത്തിട്ട. ആരെങ്കിലും ഒരാൾ വണ്ടി എഴുന്നേക്ക് കാർത്തിട്ട, കാർത്തിട്ട. ഈ അടുത്ത ദിവസമെങ്ങാനും നിങ്ങളുടെ തറവാട്ടിൽ ആരെങ്കിലും മരിച്ചോ? ഇല്ല. എന്നാൽ ഒരു മരണം നടന്നിട്ടുണ്ട്. ആര് സ്വാമി? അതൊന്നും എന്നോട് ചോദിക്കരുത്. നാം നമ്മുടെ ദിവ്യദൃഷ്ടിയിൽ കാണുന്നതൊന്നും ഒരിക്കലും തെറ്റാറില്ല. ചിലപ്പോ ഏതെങ്കിലും ബന്ധുക്കളാവാം. പൊയ്ക്കൊള്ളൂ. അയ്യോ കാർത്തിട്ട, അയ്യോ ഒന്ന് രക്ഷിക്കണേ പ്ലീസ്.